മാനുഷിക തലത്തിൽ ഒരു കോമാളിയുടെ വേഷം ആടിത്തീർത്തവനാണ് വിശുദ്ധ ഔസേപ്പ്. ഗർഭിണിയായ ഒരു പെണ്ണിനെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു. ആരുടെയോ എന്നറിയാത്ത ഒരു മകനെ സ്വന്തം മകനായി സ്വീകരിച്ചു. സത്രത്തിലും വീടുകളിലും ഇവർക്ക് വേണ്ടി സ്ഥലങ്ങൾ അന്വേഷിച്ചു. ഈശോ ജനിച്ചതിന് ശേഷം സ്വന്തം ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ഒരു വാക്ക് പോലും പറയാതെ സുവിശേഷത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളാക്കി വ്യക്തി. തൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ഒരു സ്വപ്നാടന ജീവിയായി ജീവിച്ച ഒരു വ്യക്തി. ചുരുക്കത്തിൽ ഒരു കോമാളിയാണ്. പക്ഷേ ആ വ്യക്തിയെ ഇന്ന് സഭ വണങ്ങുന്നു. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ മാനുഷിക തലത്തിൽ കോമാളി എന്ന് നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന ഈ ഔസേപ്പ് 2020 ഔസേപിതാവിൻ്റെ വർഷമായിട്ട് ആഘോഷിച്ചു. 120 കോടിയിൽ വരുന്ന കത്തോലിക്ക സഭാംഗങ്ങൾ ആ ഔസേപിതാവിൻ്റെ വർഷത്തിൽ ഔസേപിതാവിനെ ഓർത്ത് പ്രാർത്ഥിച്ചു. കാരണം കർത്താവിന് വേണ്ടി കോമാളിയായി മാനുഷിക തലത്തിൽ മാറിയപ്പോൾ കർത്താവ് ദൈവിക തലത്തിൽ അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തി.